മഞ്ജു, ആ ദാ അവരെത്തി. കണ്ണേട്ടന് സാഗറും. കണ്ണേട്ടന് ഇവിടുന്ന് പോയപ്പോഴുള്ള മുടന്തിപ്പ ഇല്ലല്ലോ. പറഞ്ഞതുപോലെ ശരിയാണല്ലോ. അത്ഭുതമൊന്നും വേണ്ട. മല കയറി എനിക്ക് അയ്യപ്പസ്വാമി ദർശനം മാത്രമല്ല, എന്റെ ബാക്കി തളർച്ച കൂടി ഭഗവാനങ്ങെടുത്തു. ഇപ്പൊ എനിക്ക് എല്ലാരെയും പോലെ നടക്കാം. നേരിയ വൈകല്യം പോലും ഇല്ല. നടക്കാവുന്നത് മാത്രമല്ല, കാലിന് ശരിക്കും സ്വാധീനം കിട്ടിയ ശേഷം ഞങ്ങളെക്കാളും സ്പീഡിലാ സാറ് മല കയറിയത്. ഇറങ്ങിയതും അങ്ങനെയൊക്കെ തന്നെയാ. 10-20 കൊല്ലം നടക്കാൻ കഴിയാത്തതിന്റെ കടം തീർത്തു പറയാം. ഞാനും ഇവളും തമ്മില് 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇവക്ക് 2 വയസ്സുള്ളപ്പോഴാ എനിക്ക് ആ വലിയ അപകടം ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞ ഓർമ്മയായതിൽ പിന്നെ ഇവളെന്നെ കാണുന്നത് വീൽ ചെയറില. എന്നുവെച്ചാ നന്നായി ഓടിച്ചാടി നടക്കുന്ന കണ്ണേട്ടനെ ഇവള് കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നാ ഇനി കണ്ടോ, നിന്റെ ഏട്ടന് ഇനി എല്ലാരെയും പോലെ നടക്കാം. സ്വാമിയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാ കടന്നുപോയത്. ഇവിടെ ഒരാളുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ സാറേ. കുറെ നേരമായിട്ടെ ഏട്ടത്തി കണ്ണേട്ടനെയും കാത്തു നിൽക്കുമായിരുന്നു. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും കാണേണ്ട ആളെ തന്നെ കണ്ടില്ലേ. എന്നാലിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. കഥകൾ കുറച്ചല്ലേ നീ നിന്റെ ഏട്ടത്തിയൊക്കെ അറിഞ്ഞുള്ളൂ. ഇനി ബാക്കി ഒരുപാട് പറയാനുണ്ട്. നീ വാ. ഞാൻ മല കയറിയപ്പോ വല്ലാത്തൊരാദിയിലായിരുന്നില്ലേ എന്റെ മഹി. ഇപ്പൊ
ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? കണ്ണേട്ടൻ മടങ്ങി വരുമ്പോ ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിക്കുന്ന ഞാൻ കരുതിയതേ ഇല്ല. തോമസ് സാറിനോട് ഇത് വിളിച്ചു പറഞ്ഞോ? ഇല്ല, ആരെയും വിളിച്ചില്ല. ആദ്യം താൻ എന്നെ ഇങ്ങനെ കാണട്ടെ എന്ന് കരുതി. ഇനി തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോണം. ആദ്യം അനന്തുവിന്റെ വീട്ടിലേക്ക്. എന്റെ മഹിയെ എനിക്ക് തരാൻ വേണ്ടിയിട്ടാ ദൈവങ്ങൾ എന്നെ വീൽ ചെയറിലാക്കിയതെന്ന് ഇപ്പൊ എനിക്ക് ശരിക്കും ബോധ്യമായി. എനിക്ക് അങ്ങനെ ഒരു വൈകല്യം ഇല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടികള് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേനെ. പണവും പ്രതാപമുള്ള എന്നെ കൊത്തിക്കൊണ്ടു പോവാൻ നല്ല കുടുംബക്കാരും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളും മത്സരിച്ചു വന്നേനെ. ചിലപ്പോ കുറുക്കനായ വാമദേവൻ എന്ന എന്റെ അമ്മാവൻ അയാളുടെ മകളെ തന്നെ എന്റെ തല കെട്ടിവെച്ചേനെ. അതൊക്കെ ഒഴിവാക്കി തന്നെ എനിക്ക് തന്ന അയ്യപ്പ സ്വാമിയോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികം ആവില്ല. കണ്ണേട്ടൻ മാല അഴിച്ചിട്ടില്ല. ഓ, അതിന് എന്റെ ഭാര്യ എനിക്കൊന്ന് സ്നേഹം കൊണ്ട് ആശ്ലേഷിച്ചൂടെ? അതൊക്കെ മാല അഴിച്ചിട്ട് മതി. ഞങ്ങളുടെ യാത്രയുണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് അറിഞ്ഞോ അറിയാതെയോ പല സംഭവങ്ങളും നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ, ഒന്നല്ല 3 ഗുണ്ടകളാ ആയുധമായി കൂടെ കൂടിയത്. അതും മാലയിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് അയ്യപ്പന്മാരായിട്ടാ അവർ വന്നത്. അതിലൊരുത്തനുമായിട്ടുള്ള പിടിവലിക്കിടയിൽ എന്റെ കാലിന്റെ സ്വാധീനം എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ മുടന്നു മാറിയത് ഞാൻ പോലും അറിഞ്ഞില്ല. അതിനുശേഷം ഞാൻ നടന്നു കയറിയപ്പോഴാ കൂടെയുള്ളവർ പോലും അത് കണ്ടത്. മാർക്കോയും സാഗറും ലോപ്പസും ഒക്കെ കൂടെ വന്നത് വലിയ അനുഗ്രഹമല്ലേ? ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവനോടാ, മാർക്കോയോട്. അവൻ ശരിക്കും ഒരു മനുഷ്യനാണോ അതോ ദേവനാണോ എന്ന് എനിക്കറിയില്ല. എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കണ്ണേട്ടാ. എന്നുവെച്ചാ കൊലയാളികൾ ജീവൻ എടുക്കുന്നതിന് തൊട്ടു മുമ്പാ പലപ്പോഴും എന്റെ മുമ്പിൽ ദൈവത്തെ പോലെ മാർക്ക് വന്നിട്ടുള്ളത്. തന്നോട് പറഞ്ഞത് വിശ്വസിക്കില്ല. എരുമേലിന്ന് ഒരു സമയം കഴിഞ്ഞ പിന്നെ യാത്ര എളുപ്പമല്ല. അങ്ങോട്ടേക്ക് പ്രവേശനവുമില്ല. അതുവഴി നടന്നു പോകാൻ പോലീസുകാർ അനുവദിക്കുകയില്ല. അതുകൊണ്ട് റൂട്ടൊക്കെ മാറിയാ ഞങ്ങൾ പോയത്. ശരിക്കും പറഞ്ഞ മാർക്കോയാ ഞങ്ങളെ നയിച്ചത്, അതും കൊടും വനത്തിലൂടെ. ഇടയ്ക്ക് വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മാർക്കോ അതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് കയ്യിലെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവനൊന്നിനെയും പേടിയില്ല, മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും. ഇടയ്ക്ക് ആനയുടെ ചിഹ്നവിളി കേട്ടപ്പോ നമുക്കടുത്തേക്ക് അവരാരും വരില്ലെന്ന് ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സന്നിധാനത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ പറഞ്ഞു, ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയത്ത് അയ്യപ്പനെ ദർശിക്കാമെന്ന്. അതൊക്കെ അതുപോലെ തന്നെയാണ് നടന്നത്. അവിടെ പതിവിലും കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിരാവിലെയും നല്ല ദർശനം കിട്ടി. ഞാൻ കാണുന്ന അമ്മയും മാർക്കോയും തമ്മിൽ ബന്ധമുണ്ട് കണ്ണേട്ടാ. അതേപ്പറ്റി ഞാൻ മാർക്കോയോട് ചോദിച്ചപ്പോ പലപ്പോഴും മാർക്കോ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സംഭവിക്കുന്ന എന്തായാലും ശരി, നമ്മൾ ഒന്നിച്ചതിന് ശേഷം ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തു എന്ന് പറയാം. അന്നത്തെ ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞ് തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അമ്പലത്തിൽ പോലും പോകാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ദൈവങ്ങളെ അടുത്ത് കാണുന്ന പോലൊരു തോന്നല. എന്റെ ഭാര്യ, മാർക്കോ, തോമസ് സാറ് എല്ലാവരും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്റെ സങ്കടത്തിന്റെ ഫലമാടോ മഹി. ഒരു സമയത്ത് ഞാൻ കരഞ്ഞതിന്, എന്നെ ഒറ്റപ്പെടുത്തിയതിന് ദൈവം എനിക്കെന്നും പാരിതോഷിയോ മഹിയവൻ. ഇനിയിപ്പോ അടുത്ത വർഷവും മണ്ഡലകാലത്ത് മല ചവിട്ടുന്നുണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ മഹി? മണ്ഡലകാലത്തിലെന്നല്ല, ഇനി എന്റെ ശരീരത്തിന് തളർച്ച ഉണ്ടാവാത്തിടത്തോളം കാലം എനിക്ക് കാണണം എന്റെ അയ്യപ്പസ്വാമിയെ. ഇപ്പോഴൊരു പ്രത്യക്ഷ ദൈവം എന്റെ അരികിലുണ്ട്. അതാരാ? എന്റെ മഹാലക്ഷ്മി തന്നെ. എന്നെ ഇനി അങ്ങനെ കാക്കണോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്റെ അച്ഛനെയും അമ്മയെയോ, പിന്നെ എന്റെ കൂട്ടുകാരെയും. പക്ഷേ
ആഞ്ജനേയ സ്വാമി നെഞ്ചു വിളർന്നപ്പോ ശ്രീരാമസ്വാമിയും സീതയും കണ്ടതുപോലെ എന്റെ നെഞ്ചിനകത്തും ആ ഒരു തുടിപ്പുണ്ട്. എന്റെ ദേവിയുടെ തുടിപ്പ്. ഇത്രയൊക്കെ കിട്ടിയിട്ടും അവന്മാര് പഠിക്കുന്നില്ല. ആ മേഘനും പ്രതാപനും ഒക്കെ. വീട് കയറി 2 പൊട്ടിച്ചാലോ? അത് വേണ്ട. അവനൊന്നും കണ്ണൻ സാറും ഞാനും ഒക്കെ ജീവനോടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അതറിഞ്ഞിട്ട് മതി മേഘന്റെ കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കാൻ. നമ്മൾ ഒരു നമ്പർ ഇട്ടില്ലേ, ഇനി മറ്റൊരു നമ്പർ കൂടിയിടാം. എന്താടാ? എടാ, ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് പോലീസ് അന്വേഷണമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ മേഘന് ചിലപ്പോൾ സംശയം തോന്നിയെന്ന് വരാം. കണ്ണൻ സാർ വീട്ടിലെത്തുന്നത് വരെ അതുകൊണ്ട് അവന്മാരെ തെറ്റിദ്ധരിപ്പിച്ചേ പറ്റൂ. ഞാനേ അവനൊന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? നല്ല പായസല്ലേ? സൂപ്പർ. പരിചയമില്ലാത്ത നമ്പർ ആണല്ലോ. ഹലോ, ആരാ? പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI ആണ് വിളിക്കുന്നത്. ആ, എന്താ സാറേ? താൻ വഴുതക്കാടാണോ താമസം? ആ, അതെ സാർ. മേഘനാഥനല്ലേ? അതെ. ആ, എന്താ സാറേ? അല്ല, വെറുതെ ഒന്ന് വിളിച്ചതാ. കാർത്തികേയൻ എന്നൊരു ഗുണ്ടയെ പരിചയമുണ്ടോ? ഇല്ല സാറേ. അയാളെ ഈ അടുത്ത സമയത്ത് താൻ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല സാർ. ഈ കാർത്തികേയൻ എന്ന് പറയുന്ന ആളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാ അത് ഓർത്തെടുക്ക്. ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം. ഹലോ ഹലോ ഹലോ. എന്താ മേഘേട്ടാ? എടാ, കേട്ടില്ലേ? പെരിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI വിളിച്ചത്. എടാ, അതിലൊരു ഗുണ്ടയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് പരിചയമുണ്ടെന്നാ ചോദിച്ചത്. ഇവന്മാർക്കൊക്കെ വിളിപ്പേരുണ്ടല്ലോ, അതല്ലേ എനിക്കറിയൂ. അല്ലാതെ അവന്മാരുടെ യഥാർത്ഥ പേരോ അല്ല എനിക്കറിയൂ. എടാ, അപ്പൊ നിന്നെ സംശയം കാണുമല്ലോ പോലീസിന്. അതുകൊണ്ട് അപ്പച്ചി യുവമാരുടെ വിളിയൊക്കെ ഞാൻ ഒഴിവാക്കുന്നത്. എന്നാലും ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും. അതാ കുഴപ്പമായത്. ഇനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഗറിന് ബോധം വന്നിട്ട് ഇവന്മാര് തള്ളിയിട്ടതാണെന്നും എല്ലാം പറഞ്ഞൊന്നും അറിയില്ല. മേഘേട്ടൻ വിഷമിക്കണ്ട. മേഘേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. അതറിയാവുന്നതുകൊണ്ട് എന്റെ അച്ഛന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഇത് കേസ് ആവുകയാണെങ്കിൽ മേഘേട്ടനെ അച്ഛൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി എടുത്തോളും. അതിന് കേസിന് എനിക്ക് പേടിയൊന്നുമില്ല മോളെ. ഇപ്പൊ കണ്ണൻ മരിച്ചിട്ട് മാർക്കോ ജീവിച്ചിരുന്നെങ്കിൽ പോലീസിനേക്കാളും നിയമത്തെക്കാളും ഞാൻ അവനെ പേടിച്ചേനെ. കാരണം കണ്ണന്റെ മരണത്തിന് ഉറപ്പായിട്ടും അവൻ പ്രതികാരം ചെയ്തിരിക്കും. പിന്നെ സത്യം പറഞ്ഞ എനിക്ക് നാട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ല. അവനെ മാത്രമേ ഉള്ളൂ എനിക്ക് ഭയം. അതല്ലാതെ ഇവിടുത്തെ ഒരു നിയമത്തെ എനിക്ക് പേടിയില്ല. പോലീസ് ഇനി ഇങ്ങോട്ടെങ്ങാനും വരുവോടാ? വരുന്നെങ്കിൽ വരട്ടെ. ഇവിടെ നമുക്കാർക്കും ഈ കേസോട് ബന്ധമൊന്നുമില്ലല്ലോ. മേഘേടിന് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ കണ്ണേട്ട മരിച്ചിട്ട് മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാ പിന്നെ ഏത് കേസും പണം കൊടുത്ത് നമുക്ക് ഒഴിവാക്കാന്നേ ഉള്ളൂ. ഈ വീട്ടിലെ വല്യേട്ടൻ മരിച്ച ശേഷം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടക്കാൻ പോലും എന്റെ അച്ഛൻ തയ്യാറാ. അങ്ങനെ മഹാലക്ഷ്മി ഭരിക്കുന്ന വീട്ടില് എന്റെ അവസ്ഥ പരിങ്ങലിലാണെന്ന് എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം. അവരൊക്കെ ഈ കേസില്
എന്ത് വില കൊടുത്തും മേഘേട്ടനെ സഹായിക്കാൻ തയ്യാറാ. എടാ പോലീസൊക്കെ വിളിച്ച സ്ഥിതിക്ക് ഇപ്പം മരിച്ചത് ആരാണെന്ന് അവര് തിരിച്ചറിഞ്ഞു കാണില്ലേ മേഘ? ആ, അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളി വരൂ അപ്പച്ചി. അയ്യോ, ഇതിന് ഇവന്മാരിപ്പോ എന്നെ വിളിച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. പെരിനാട് പോലീസ് സ്റ്റേഷന് ശബരിമലയായിട്ട് ബന്ധമുണ്ടോ? എടാ പെരിനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ലേ ശബരിമല ഇരിക്കുന്നത്? എടാ പെരിനാട് പഞ്ചായത്താ. ഉഫ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് വിളി വന്നത്. ആ പിന്നെ കണ്ണം മരിച്ചു കഴിഞ്ഞു, മാർഗോയും. അതുകൊണ്ട് ഇനി പോലീസല്ല ആര് വിളിച്ചാലും എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഏറ്റവും വലിയ ടെൻഷനാ ഒഴിഞ്ഞു പോയത്. പിന്നെ മഞ്ജുവിന്റെ കുഞ്ഞും പോയി. ഇനി ഹോസ്പിറ്റലിൽ കിടക്കുന്നവനെ ഒഴിവാക്കിയിട്ട് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. അത് മാത്രമാ ഇപ്പൊ എന്റെ ലക്ഷ്യം. അവനിപ്പം നെഞ്ചിടിച്ച് തീർന്നിട്ടുണ്ടാവും. അതുപോലല്ലേ നീ സംസാരിച്ചത്? അവന്റെ പിന്നാലെ പോലീസ് ഉണ്ടെന്ന് അവനൊരു തോന്നൽ വേണം. എങ്കിലേ മരിച്ചത് കണ്ണൻ സാറ ഞാനുമാണെന്ന് അവന് വിശ്വസിക്കാൻ പറ്റും. എടാ മുമ്പൊരിക്കൽ നമ്മൾ പോലീസ് വാഹനത്തിൽ കാക്കിയിട്ടുണ്ട്. അവന്റെയൊക്കെ വീട്ടിൽ ആൾക്കാരെ വിട്ടില്ലായിരുന്നോ? അതുപോലെ ഒന്ന് വിട്ടാലോ? ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. കണ്ണൻ സാർ ഉടനെ തന്നെ കമലേശ്വരത്തെത്തില്ലേ? പിന്നെ അങ്ങനെ ഒരു വേഷം കെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഇനിയിപ്പോ അവൻ എവിടെ വെച്ച് പോലീസ് ജീപ്പ് കണ്ടാലും മറഞ്ഞു നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് ദിവസം അവൻ പോലീസിനെ ഭയന്ന് നടക്കട്ടെ. അവന് പോലീസിനേക്കാൾ ഭയമാണല്ലോ നിന്നെ. നീ കൊക്കയിൽ വീണ് മരിച്ചെന്ന് അവൻ ഉറപ്പായ സ്ഥിതിക്ക് അതിന്റെ ഒരു ആശ്വാസം എന്തായാലും അവന് കാണും. അവൻ എന്തൊരു ജന്മോടാ ലോപ്പസേ. സ്വന്തം ഭാര്യ ഇപ്പൊ സാഗറിനൊപ്പം ജീവിക്കുക, എന്നിട്ടും അവളെ തിരികെ പിടിക്കാനാ അവൻ നോക്കുന്നത്. എന്നാ അവന് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധവും അതിലൊരു കുഞ്ഞും ഉണ്ടായതാ. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ സ്വത്തും പണവും കിട്ടത്തില്ലല്ലോടാ. എടാ ഇതൊക്കെ എത്ര ദിവസം നമ്മുടെ കയ്യിലിരിക്കാനാണ്? ഇന്ന് നമ്മൾ അവനെ തല്ലിക്കൊന്നാലേ സ്വത്തിന് വേണ്ടിയുള്ള അവന്റെ ഓട്ടം നിൽക്കില്ലേ? അതുപോലും ചിന്തിക്കാൻ കഴിയാതെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ മേഘന്റെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ പ്രതാപനെയും തല്ലിക്കൊല്ലുന്നത് ഞാൻ തന്നെയായിരിക്കും. എല്ലാം ഏട്ടത്തിയുടെ പ്രിപ്പറേഷനാ. ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. അറിയാം, നിന്നെ നിന്റെ അമ്മ പാചകമൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ പഠിപ്പിച്ചു കുറെയൊക്കെ. ഇപ്പൊ ഇവക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇടയ്ക്ക് ഞങ്ങക്ക് സഹായത്തിനാരും ഇല്ലായിരുന്നല്ലോ കണ്ണേട്ടാ. അങ്ങനെയുള്ളപ്പോഴാണല്ലോ എല്ലാരും എല്ലാം പഠിക്കുന്നത്. അല്ല, സാധാരണ ആൾക്കാർ മലയ്ക്ക് പോയിട്ട് വരുമ്പോ നല്ല ക്ഷീണമായിരിക്കും. സാഗരേട്ടനും അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ണേട്ടൻ അതൊന്നും ബാധിച്ചിട്ടില്ലല്ലോ. മല കയറിയിട്ട് വന്നപ്പോ കണ്ണേട്ടൻ കുറച്ചുകൂടെ ഗ്ലാമർ വെച്ചിട്ടുണ്ട്. അത് സന്തോഷം കൊണ്ടാ മഞ്ജു. ഞങ്ങളെ എല്ലാരെയും പോലെ നടക്കാൻ തുടങ്ങിയപ്പോ തന്നെ സാറിന്റെ മുഖത്ത് രക്തോട്ടം കൂടി. പിന്നെ ദർശനം കഴിഞ്ഞതോടെ പറയാൻ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചിറങ്ങുമ്പോ ആ മാർക്കോയെക്കാളും സ്പീഡിലാ സാർ ഇറങ്ങിയത്. മാർക്കോ ശരിക്കും ഒരു അത്ഭുതമാണ് അല്ലേ സാഗറെ? ആ അതെ അതെ. മാർക്കോയെ പറ്റി കൂടുതലായിട്ട് എന്തേലും ലോപ്പസോ മറ്റോ സാഗറിനോട് പറഞ്ഞിട്ടുണ്ടോ? അതേപ്പറ്റി അടുത്ത കൂട്ടുകാരനായിട്ട് കൂടി ലോപ്പസിന് പോലും അറിയാത്ത രഹസ്യങ്ങളുണ്ട്. അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് ചിലപ്പോഴൊക്കെ മാർക്കോ പുറത്തു പോവാറുണ്ടെന്നാ ലോപ്പസ് പറഞ്ഞത്. ആരെ കാണാനാണെന്നോ എന്തിനാണെന്നോ ഒന്നും ഇതുവരെ ലോപ്പസിനോട് പോലും അവൻ പറഞ്ഞിട്ടില്ല. അവനിനി മുരുകന്റെ അവതാരം മറ്റോ ആണോ? ഇടയ്ക്ക് കണ്ടില്ലേ കയ്യിലിരിക്കുന്ന ചെറിയ വേല് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്? വേലെപ്പോഴും അവന്റെ കയ്യിലുണ്ടാവുന്ന ലോപ്പസ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
അവൻ മുരുകന്റെയോ മറ്റോ അവതാരമാണോ എന്ന്? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല സാറേ. പക്ഷേ അവൻ എവിടുന്നോ എന്തോ ഒരു ശക്തി കിട്ടുന്നുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് കാട്ടിലൂടെ നടന്നപ്പോ സത്യം പറഞ്ഞാ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നല്ലോ. പക്ഷേ മാർക്കോ എന്ന് കുലുങ്ങിയത് പോലുമില്ല. അവനൊരു വല്ലാത്ത ആത്മവിശ്വാസത്തിലായിരുന്നു.